നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ആരോപിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. ഞാൻ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം. ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അതിന് ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം പൂരത്തിൻ്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതിയില്ലാതെ നടന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പറയുക, ലൈറ്റ് ഓഫ് ചെയ്യുക, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും 2:45 3 മണി നേരത്ത് BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അന്ന് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അത് പുറത്തു വന്നാൽ മതിയാവും. RSS നേതാക്കളും ഈ പോലീസിലെ ഒരു വിഭാഗവും ചേർന്ന് കൂടാനും അല്ല, അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. ഞാൻ എൻ്റെ നിഗമനം പറയാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം, 1 മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ ദുരൂഹത, പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം. പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് പൂരം കലക്കിയതിന് പിന്നിൽ. ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് പുറത്തു വരണമല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും. അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ്. തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം ഇലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു. നേതൃത്വം കൊടുത്തതാരായാലും പുറത്തു വരണം. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി RSS നേതാക്കൾക്കൊപ്പമാണ് വന്നത്. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂർക്കാരായ ഞങ്ങളാരും തന്നെ. എങ്ങനെ തടസ്സപ്പെട്ടു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അതിന് പിന്നിലുള്ള ആരാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തു വിടണം എന്നുള്ളതാണ് എനിക്ക് പറയണം. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യില്ല. അത് ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കണം, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്നത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തു വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ അന്വേഷണം വരട്ടെ. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കേട്ടാലല്ലേ നമുക്ക് പുതിയ അന്വേഷണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തു വിടണം. അല്ല, അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തമായ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം, അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ, അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി. ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടണം. അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത്. എനിക്ക് എന്നിട്ട് പോലീസിൻ്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എൻ്റെ ധാരണ. അന്ന് K രാജനടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു എന്നും ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചു എന്നാണ്. ആരൊക്കെയാണ് അങ്ങനെ അന്വേഷണത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ആരന്വേഷിച്ചാലും ശരി, ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇത് ചേരയാണോ മൂർഖനാണെന്ന് പറയാൻ പറ്റുള്ളൂ.
വീടൊരുക്കാം വയനാടിന് എന്ന മുദ്രാവാക്യത്തോടെ വയനാടിന് 10 വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള ധനസമാഹരണത്തിന് AIYF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകരയിൽ യൂത്ത് മാർക്കറ്റ് ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MJ സജൽകുമാർ അധ്യക്ഷനായി. വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നും രക്ഷാപ്രവർത്തനത്തിലും സന്നദ്ധ സേവനമുഖത്തും അണിനിരുന്ന കേരളത്തിലെ യുവജനത ലോകത്തിന് മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ മുഖ്യ അതിഥിയായി. ഉദ്ഘാടന വേദിയിൽ വെച്ച് VS സുനിൽകുമാർ തന്റെ 1 മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നാട്ടിക MLA CC മുകുന്ദൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ആദ്യ വിൽപ്പനയിൽ പങ്കാളിയായി. ഒരാഴ്ചക്കാലമാണ് യൂത്ത് മാർക്കറ്റിന്റെ പ്രവർത്തനം. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റിയാണ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത്. വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം AIYF സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന 10 വീടുകളുടെ നിർമ്മാണത്തിലേക്ക് നൽകും. AIYF മണ്ഡലം സെക്രട്ടറി വൈശാഖ് അന്തിക്കാട്, മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം സംഗീത മനോജ് എന്നിവർ സംസാരിച്ചു. കേരളത്തെ തരിശുരഹിത കേരളമാക്കി മാറ്റാൻ കർഷക തൊഴിലാളികളും പൊതുസമൂഹവും രംഗത്തിറങ്ങണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും BKMU സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. BKMUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ മണലൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച തരിശുരഹിത ഭൂമിയുടെ സംസ്ഥാന തലത്തെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തരിശുരഹിത ഭൂമി സൃഷ്ടിക്കുന്നതിനോടൊപ്പം ആരോഗ്യമുള്ള ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പരിപാടിക്കുണ്ടെന്ന് ചിറ്റയം പറഞ്ഞു. 2 ഏക്കർ തരിശുഭൂമിയിൽ കൂർക്ക, കപ്പ, ചെണ്ടുമല്ലി, വാഴ, മഞ്ഞൾ, ചേന, പയർ എന്നീ കൃഷികളാണ് ചെയ്തിട്ടുള്ളത്. യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും BKMU തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൃഷിക്ക് നേതൃത്വം നൽകിയ കർഷക തൊഴിലാളികളെ BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുണ്ട് നൽകി ആദരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ MPയുമായ CN ജയദേവൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. BKMU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, PS ജയൻ, NK സുബ്രഹ്മണ്യൻ, PK കൃഷ്ണൻ, VR മനോജ്, KV വിനോദൻ, MR മോഹനൻ, സാജൻ PB, മുഹമ്മദ്, ബെന്നി ആന്റണി, വിജി രാധാകൃഷ്ണൻ, PK ചന്ദ്രൻ, KK സെൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.